ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ ഐറ്റംസ് തരിയുണ്ടയാണ്. അപ്പോൾ നമുക്ക് തരിയുണ്ട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ സാധനങ്ങളാണ് വേണ്ടതെന്ന് നോക്കാം. നമ്മൾ കുറച്ച് തരി എടുത്ത് വെച്ചിട്ടുണ്ട്. റോസ്റ്റ് ചെയ്ത തരിയാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ കുറച്ച് തേങ്ങ ചിരകി വെച്ചിട്ടുണ്ട്. അതേപോലെ ആവശ്യത്തിന് പഞ്ചസാരയും എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് 4 മണി പലഹാരമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഉണ്ടയാണ് തരി ഉണ്ടയായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ നമ്മൾ എന്താണ് ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്തൊക്കെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. അതിനായിട്ട് പാൻ നമ്മൾ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പാൻ അടുപ്പത്ത് വെച്ച് കുറച്ചൊന്ന് ചൂടായതിന് ശേഷം അതിൽ വെള്ളമൊക്കെ വറ്റിയതിന് ശേഷം എന്ത് ചെയ്യുക, നമുക്കതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഞാനത് അതിൽ വെള്ളം വറ്റിയതിന് ശേഷം കുറച്ച് നെയ്യ് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നെയ്യ് നന്നായി ഒന്ന് ഉരുകി വന്നതിന് ശേഷം നമുക്ക് അടുത്ത ഐറ്റംസ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഞാൻ ആദ്യം തന്നെ കുറച്ച് കിസ്മിസ് ഒന്ന് വറുത്ത് വെക്കാൻ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം എന്ത് ചെയ്യുക, നെയ്യൊന്ന് ഉരുകി വന്നതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യുക, അതിലേക്ക് കുറച്ച് കിസ്മിസ് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. ആ കിസ്മിസ് അതിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നു. അത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. ചൂടായതിനു ശേഷം നമുക്കത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് മാറ്റി വെക്കാം. കുറച്ചൊന്ന് വരണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കളറൊക്കെ ഷെയ്ഡൊക്കെ മാറിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇതെന്ത് ചെയ്യുക, ഒരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റി വെക്കാം. ചെറിയ ഫ്ലെയിമിൽ തന്നെ ഉണ്ടാക്കിയാൽ മതി കേട്ടോ. ലോ ഫ്ലെയിമിൽ അധികം നല്ല ഹൈ ഫ്ലെയിമിലാവുമ്പോൾ നമ്മൾ മുന്തിരിങ്ങ വെള്ളം വേഗം കരിഞ്ഞു പോകും. അതുകൊണ്ട് ലോ ഫ്ലെയിമിലേക്ക് തന്നെ നമുക്ക് ആക്കി വെച്ച് അതിൻ്റെ കളറൊന്ന് ഷെയ്ഡായതിനു ശേഷം നമുക്ക് എന്ത് ചെയ്യുക, ഒന്ന് മാറ്റി വെക്കാം. ഇനി ഇതിൽ നെയ്യിലേക്ക് തന്നെ നമുക്ക് അടുത്ത ഐറ്റംസ് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അടുത്ത ഐറ്റംസായിട്ട് നമ്മൾ ആഡ് ചെയ്യാൻ വേണ്ടി പോകുന്നത് തരിയാണ് എടുക്കുന്നത്. നമുക്ക് തരി ഈ നെയ്യിലേക്ക് എന്ത് ചെയ്യുക, ഇട്ട് കൊടുത്തിട്ട് ഞാൻ കുറച്ച് തരിയാണ് എടുത്തത്. റോസ്റ്റ് ചെയ്ത തരിയാണ്, അതുകൊണ്ട് നമ്മൾ വേറെ തന്നെ ഒന്നും റോസ്റ്റ് ചെയ്ത് എടുക്കുന്നില്ല. ആ നെയ്യിലേക്ക് തന്നെ എന്ത് ചെയ്യുക, തരി അവിടേക്ക് ആഡ് ചെയ്ത് കൊടുത്ത ശേഷം നന്നായിട്ടൊന്ന് അത് ഇളക്കി കൊടുക്കുക. അതെല്ലാം ഒന്ന് മിക്സായി കിട്ടാൻ വേണ്ടിയിട്ട് എടുത്ത് ലോ ഫ്ലെയിമിൽ തന്നെ ചെയ്താൽ മതി. അതായത് നല്ലോണം ഹൈ ഫ്ലെയിമിലാവുമ്പോൾ നമ്മുടെ തരി വേഗം കരിഞ്ഞു പോകും. അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ തന്നെ നെയ്യും തരിയുമായിട്ട് നന്നായിട്ട് നമുക്കൊന്ന് മിക്സാക്കി കൊടുക്കാം. നമ്മുടെ തരിയുടെ കളറൊന്ന് കുറച്ചൊന്ന് ലൈറ്റ് കളറായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒന്നുകൂടെ നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമ്മുടെ അതായത് തരീൻ്റെ കളർ കുറച്ച് ലൈറ്റ് മഞ്ഞ കളറിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് ഫുള്ളായിട്ടൊന്ന് മിക്സായി വന്നിട്ടുണ്ട്. അതായത് നെയ്യിലേക്ക് നന്നായത് മിക്സായി വന്നതിന് ശേഷം നമുക്ക് അടുത്ത ഐറ്റംസ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. അപ്പോൾ അതിൻ്റെ കളറ് തന്നെ കുറച്ചിപ്പോൾ മാറിയിട്ടുണ്ട്. അപ്പോൾ അതായത് നെയ്യും അതും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആയതിനു ശേഷം നമ്മുടെ ചിരകി വെച്ച തേങ്ങ അതെന്ത് ചെയ്യുക, അതിലേക്ക് കുറച്ചായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പം ഒരു മുറി തേങ്ങ എന്നുള്ള രീതിയിലേക്കാണ് എടുത്തത്. നിങ്ങൾക്ക് ആവശ്യത്തിന് നമുക്ക് തേങ്ങ അതിലേക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഞാൻ കുറച്ച് തരി എടുത്ത് അതിനനുസരിച്ചിട്ടാണ് ഞാനിതിലേക്ക് തേങ്ങ കൂടി ആഡ് ചെയ്ത് കൊടുത്തത്. ഈ തേങ്ങ ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതായത് തരിയും തേങ്ങയും എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് നമുക്കതിൽ നിന്ന് മിക്സായിട്ട് വരണം. അപ്പോൾ ഫുള്ളായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് എല്ലാം കൂടി ഒന്ന് മിക്സാക്കി എടുക്കാം.
ലോ ഫ്ലെയിമിൽ തന്നെ നമുക്കിത് ഇളക്കി കൊടുത്താൽ മതി, അതായത് ഹൈ ഫ്ലെയിം ആക്കണ്ട. അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ തന്നെയാണ് ഞാനിത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ലോ ഫ്ലെയിമിൽ തന്നെ നന്നായിട്ട് നമുക്ക് തേങ്ങയും തരിയും നെയ്യും എല്ലാം കൂടി ഒന്ന് മിക്സാക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ, അത് നന്നായിട്ടൊന്ന് ഇളകി വന്നതിന് ശേഷം നമുക്ക് അടുത്ത ഐറ്റംസ് ആഡ് ചെയ്ത് കൊടുക്കണം. കുറച്ച് പഞ്ചസാര, അതായത് ആവശ്യത്തിന് നമുക്കതിലേക്ക് മധുരം വേണ്ടതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യുക, അതിലേക്ക് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എല്ലാവർക്കും മധുരം നല്ലോണം പറ്റണമെന്നില്ല. കുറച്ച് മധുരം വേണ്ടെങ്കിൽ അതിനനുസരിച്ച് നമുക്കതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഞാനിപ്പം ഒരു മീഡിയം രീതിയിലുള്ള മധുരത്തിന് വേണ്ടിയിട്ട് ഞാൻ അതിലേക്ക് മധുരം അത്യാവശ്യം ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി മധുരം കുറച്ച് വേണ്ടെങ്കിൽ അതിനനുസരിച്ച് നമുക്കൊന്ന് മധുരം ഇട്ട് കൊടുക്കുന്നതിൻ്റെ അളവിലേക്ക് മാറ്റി കൊടുക്കുക. ഞാൻ അത്യാവശ്യം ഒന്ന് മധുരം ഇട്ട് കൊടുത്തിട്ട് തന്നെയാണ് ചെയ്തിട്ടിരിക്കുന്നത്. നന്നായിട്ട് പഞ്ചസാര അതിലേക്ക് ഇട്ടതിന് ശേഷം എന്ത് ചെയ്യുക, നമുക്കതൊന്ന് ഇളക്കി കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. നല്ലപോലെ തരിയും അതേപോലത്തെ തേങ്ങയും പഞ്ചസാരയും നെയ്യും എല്ലാം കൂടി ഒന്ന് മിക്സായിട്ട് നല്ല രീതിയിലേക്കൊന്ന് വരണം. അതിൻ്റെ അതേപോലെ തന്നെ തരിയുടെ കളറൊക്കെ എല്ലാം ഒരേ രീതിയിലേക്ക് നമുക്കൊന്ന് മിക്സാക്കി എടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് നല്ലപോലെ മിക്സ് ആയിട്ടുണ്ട്. ഇനി അധികം നെയ്യ് വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊന്നുകൂടി എന്ത് ചെയ്യുക, അതിലേക്ക് നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കുക. ഞാൻ കുറച്ചുകൂടി നെയ്യൊന്ന് ആഡ് ചെയ്തത്, അത് നെയ്യിൻ്റെ ഒരു ഫ്ലേവർ നമുക്കൊന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ആ രീതിയിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സായിട്ട് കൊടുക്കുക. ഒന്നുകൂടെ നെയ്യും പഞ്ചസാരയും അതേപോലെ തരിയും തേങ്ങയും എല്ലാം കൂടി ഒന്ന് മിക്സാക്കിയിട്ട് നമുക്ക് എടുത്തു വെക്കാം. ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കിയതിന് ശേഷം നമുക്ക് എല്ലാം നല്ല പോലെ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷം എന്ത് ചെയ്യുക, നമുക്ക് ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാൻ പറ്റാവുന്നതാണ്. അപ്പോൾ നല്ല പോലെ ഒന്ന് മിക്സായിട്ട് വന്നിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യുക, ഇതിലേക്ക് നമ്മൾ മാറ്റി വെച്ചിരുന്ന കിസ്മിസ് കൂടി നമുക്ക് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതുകൂടി നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നെയ്യിൽ വരട്ടി വെച്ച കിസ്മിസ് കൂടി അതിലേക്ക് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നു. അതിനുശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തു. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലേക്ക് ഏലക്കാപ്പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാവുന്നത്. ഞാനിതിൽ ഏലക്കാപ്പൊടി യൂസ് ചെയ്തിട്ടില്ല, കിസ്മിസ് മാത്രമേ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ ഏലക്കാപ്പൊടിയും കൂടി വേണമെങ്കിൽ എന്ത് ചെയ്യുക, അതും കൂടി നമുക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്കിതൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. മാറ്റി വെച്ച ചൂട് കുറച്ച് തണിഞ്ഞതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യുക, ചെറിയ ചെറിയ ഉണ്ടയാക്കി നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാവുന്നതാണ്. ഒരു ഉണ്ടയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേറൊരു ബൗളിലേക്ക് മാറ്റി വെക്കാം. ഇതേപോലെ തന്നെ എന്ത് ചെയ്യുക, നമുക്ക് ഓരോരോ ഇതേ അളവ് ഷേപ്പിൽ ഓരോരോ ചെറിയ ചെറിയ ഉണ്ടയാക്കി നമുക്ക് മാറ്റി വെക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ തരി ഉണ്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ചായക്കൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള തരി ഉണ്ട നമുക്കിപ്പോൾ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളും വീട്ടിലൊന്ന് ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ള തരി ഉണ്ടയാണ്.